അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4ാം ക്ലാസ്സിലെ താരീഖിൻ്റെ ഇന്നലെ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ അവലോകനമാണ്, ഉത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് യോജിപ്പിച്ചവ ചേർക്കാം. സൂറത്തുൽ മസദ്. സൂറത്തുൽ മസദ് എന്ന് പറഞ്ഞാൽ തബ്ബത്താണ്. തബ്ബത്ത്, ഇതാണ് ഒന്നാമത്തത്, തബ്ബത്ത്. രണ്ടാമത്തത് ആമുൽ ഹുസൻ, ഏത് പേരിൽ അറിയപ്പെടുന്നത്? ദുഃഖവർഷം. രണ്ടാമത്തത് ദുഃഖവർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നജ്ജാഷി. നജ്ജാഷി എന്ന് പറഞ്ഞാൽ നേഗസ്. നജ്ജാഷി രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷകർത്താവ് ആരാ? അബൂ താലിബാണ്. അബൂ താലിബ്. അടുത്തത് കിഴക്കൻ ആഫ്രിക്കയിലാണ് എത്യോപ്യ. അഞ്ചാമത്തത് എത്യോപ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ പ്രബോധനം 3 വർഷം. ഈ രൂപത്തിലാണ് ഇതിന്റെ ഉത്തരങ്ങൾ. പൂർത്തിയാക്കാം. വഅൻദിർ അശീറതകൽ അഖ്റബീൻ. വഅൻദിർ അശീറതകൽ അഖ്റബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പരസ്യ പ്രബോധനത്തെ സംബന്ധിച്ച് പറയുന്ന പാഠമുണ്ടല്ലോ, പരസ്യ പ്രബോധനം. അപ്പോൾ വഅൻദിർ അശീറതകൽ അഖ്റബീൻ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിക്കപ്പെട്ടു എന്ന് എഴുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുറൈശ് സമൂഹമേ, നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക. നജ്ജാഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സഹാബികളിൽ പെടുന്നില്ല. അബൂ താലിബിന്റെ മരണത്തിന്റെ 3ാം നാൾ ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി. അടുത്തത് കള്ളികൾ പൂർത്തിയാക്കാം. ആദ്യമായി ഇസ്ലാം വിശ്വസിച്ചവർ. പുരുഷന്മാരിൽ നിന്ന് ആരാധ്യം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുട്ടികളിൽ നിന്ന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അടിമത്തത്തിൽ നിന്ന് മോചിതരായവരിൽ സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. സ്ത്രീകളിൽ നിന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അടുത്തത് ഉത്തരം എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് എവിടെ വെച്ചാണ്? ദാറുൽ അർഖമിൽ വെച്ചാണ്. ദാറുൽ അർഖമിൽ വെച്ച്. തബ്ബല്ലക അലി ഹാദാ ജമഅതന, ഇത് ആരോട് പറഞ്ഞതാണ്? ആരോട് പറഞ്ഞതാണ്? അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശ് ഗോത്രക്കാരെ വിളിച്ചു. അവരിൽ ആരെല്ലാം വന്നു? എല്ലാവരും വന്നു. ഖുറൈശികൾ എല്ലാവരും വന്നു. എത്യോപ്യയിലെത്തിയ മുസ്ലിങ്ങളെ നജാഷി രാജാവ് എന്ത് ചെയ്തു? അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. ഇനി എണ്ണം എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ ആദ്യം എത്യോപ്യയിലേക്ക് പോയത് 10 പുരുഷന്മാരും 4 സ്ത്രീകളും. എത്യോപ്യയിലേക്ക് 2ാം യാത്രയിൽ പോയത് 83 പുരുഷന്മാരും 18 സ്ത്രീകളും. അടുത്തത് തെറ്റ് ശരിയാക്കാം. നജ്ജാഷി ഹിജറ 10ാം വർഷം വഫാത്തായി. 10ാം വർഷമല്ല, 9ാം വർഷമാണ് വഫാത്തായത്. അപ്പൊ നജ്ജാഷി ഹിജറ 9ാം വർഷം വഫാത്തായി. അടുത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മു ഹബീബ എന്ന റംലയെ വിവാഹം ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു അല്ല വിവാഹം ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഹബീബ എന്ന റംലയെ വിവാഹം ചെയ്തു. പിതാവിന്റെയും പത്നിയുടെയും ദേഹവിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ വേദനിപ്പിച്ചു. പിതാവല്ല, പിതൃവ്യന്റെയും പത്നിയുടെയും ദേഹവിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ വേദനിപ്പിച്ചു. ഇതാണ് 4ാം ക്ലാസ്സിലെ താരീഖിലെ ചോദ്യപേപ്പറിൽ ഉള്ള അതിന്റെ ആൻസറുകൾ. അള്ളാഹു നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.